സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നേ. എൻ്റെ പപ്പ ഒരു പള്ളിയിലെ ഫാദറാണ്. ശരിക്കും പട്ടിണിയിലാണോ ജീവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും പട്ടിണിയിലാണ് ജീവിച്ചത്. എനിക്കൊരു ചേട്ടനുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് മലബാറിലാണ്. മലപ്പുറം കേട്ടിട്ടുണ്ടോ? മലപ്പുറത്ത് ജനിച്ചു വളർന്നത്. പപ്പ പാസ്റ്ററായതുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിൽ താമസിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫറായി 44 വാടക വീടുകൾ മാറി താമസിച്ചിട്ടുണ്ട്. എൻ്റെ പപ്പയ്ക്ക് വലിയ ചർച്ചൊന്നുമില്ല. ചെറിയൊരു ചർച്ചായിരുന്നു. 10-15 വിശ്വാസികൾ മാത്രമുള്ള ഒരു കുഞ്ഞു ചർച്ച. ജനിച്ച ഓർമ്മ വെച്ച അറിവുള്ള സമയം മുതൽ പട്ടിണിയും പ്രയാസങ്ങളും എപ്പോഴും ഇത് കണ്ടിന്യൂസ് ജീവിതത്തിൽ വരുമ്പോൾ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി, ശരിക്കും ദൈവമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അവർ സ്കൂളിൽ വരുമ്പോൾ നന്നായിട്ട് ഡ്രസ്സ് അവർ ധരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. പല സമയങ്ങളിൽ ഉച്ചയ്ക്ക് എനിക്ക് ചേട്ടനും ടിഫൻ ബോക്സ് തുറക്കുമ്പോൾ ഇന്നലത്തെ മിരിഞ്ഞാത്ത ഫുഡൊക്കെ ആയിരിക്കും. കാരണം അന്ന് കഴിക്കാനൊന്നും ഉണ്ടാകത്തില്ല. പുള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ചോദ്യമായി ജീവിതത്തിൽ വളർന്നു വന്നു, ദൈവമുണ്ടോ എന്നൊക്കെ. അങ്ങനെ കാസർഗോഡ് നിന്ന് ട്രാൻസ്ഫറായി ട്രിവാൻഡ്രത്തേക്ക് വരുവാണ്. ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സിറ്റി 2 നില ബസ്സെല്ലാം കാണുന്നത്. കാട്ടി ജീവിച്ച് എനിക്ക് സിറ്റി കാണുമ്പോൾ അത്ഭുതം തോന്നത്തില്ല. നിങ്ങളെല്ലാം ട്രിവാൻഡ്രം സിറ്റിയും കന്യാകുമാരിയൊക്കെ കാണുന്ന ആളുകൾക്കായതുകൊണ്ട് അതുകൊണ്ടൊരു പുതുമയില്ല. എന്നെ സംബന്ധിച്ചോളം കാസർഗോഡ് നിന്ന് വന്നപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു ട്രിവാൻഡ്രം. എൻ്റെ +2 പഠനം പൂർത്തീകരിച്ച് പ്രധാന കോഴ്സിലേക്ക് കയറാൻ വേണ്ടി പപ്പയോട് ചോദിച്ചു, പപ്പ എനിക്കിങ്ങനെ ഒരു കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം സാമ്പത്തികമായിട്ട് ഒത്തിരി താഴ്ന്ന ലെവലിലാണ് ഞങ്ങളുടെ ജീവിതശൈലി. പപ്പയോട് ചോദിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പപ്പായ്ക്ക്. പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല. ചോദിച്ചു പോയി, പപ്പ എനിക്ക് പഠിക്കാൻ വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ എനിക്ക് അത്യാവശ്യമായി ഡ്രോയിങ് ചെയ്യാൻ അറിയാം. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ എൻ്റെ 10th +2 പഠനം പൂർത്തീകരിക്കുന്നതിന് മുന്നേ ആയിട്ട് കാനായി കുഞ്ഞിരാമൻ MA ബേബി മലയാളത്തിൽ നമ്മുടെ കേരള മിനിസ്റ്റേഴ്സിന് ഒത്തിരി അവാർഡുകൾ നേടുവാൻ കലാപരമായിട്ട് ഡ്രോയിങ്സിൽ നേടുവാൻ അവസരം ദൈവം ഒരുക്കി. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചു. ആ കോളേജിൻ്റെ വലിപ്പം എല്ലാം കണ്ടപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, അപ്പോൾ എനിക്കിത് പഠിക്കാൻ പറ്റുമോ? വലിയ ആഗ്രഹമാണ്. എല്ലാ അപ്പന്മാരും ആഗ്രഹിക്കുന്നത് പോലെ, എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ അപ്പയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ. പക്ഷേ പപ്പയുടെ പോക്കറ്റിൽ പൈസയില്ലായിരുന്നു, ക്യാഷില്ലായിരുന്നു. കോളേജിൽ പഠനം ആരംഭിച്ചു. ചില മാസങ്ങൾ കോളേജിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. കുറച്ച് മാസങ്ങൾ, 2 വർഷത്തെ കോഴ്സാണ്. 3 മാസം കഷ്ടിച്ച് പഠിച്ചു. 3-ാമത്തെ മാസമായപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സാർ എന്നോടൊന്ന് പറഞ്ഞു, ജോയൽ ഫീസ് അടയ്ക്കാതെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു.